ഐഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? വരുന്ന സെപ്റ്റംബർ 10 പുതിയ ഐഫോൺ ലോഞ്ച് ചെയ്യുകയാണ്, ഐഫോൺ 11. ഇന്ന് മിൻസ് ലൈഫിന്റെ ഈ വീഡിയോയിൽ പുതിയ ഐഫോണിന്റെ പുത്തൻ വിശേഷങ്ങൾ, പുതിയ ഐഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം. സെപ്റ്റംബർ 10 3 ഐഫോണുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പുതിയ ഐഫോണുകൾക്ക് ആപ്പിൾ പുത്തൻ പേരുകൾ നൽകുകയാണ്. ഐഫോൺ 11, ഐഫോൺ 11 പ്രോ, ഐഫോൺ 11 പ്രോ മാക്സ്. സോ എത്ര വലിയ പേരാണ് ഒരു ഫോണിന്, ഐഫോൺ 11 പ്രോ മാക്സ്. പുതിയ ഐഫോണിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കോമ്പറ്റീറ്റേഴ്സിനെ മറികടക്കാൻ വേണ്ടി ആപ്പിൾ അവരുടെ ആരാധകർക്ക് വേണ്ടി അവരുടെ പുതിയ ഫോണുകളിൽ ഒരുക്കിയിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 2018 ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ വർഷമായിരുന്നു. 2017 ആപ്പിൾ 10ന്റെ സക്സസിന് ശേഷം വലിയ പ്രതീക്ഷയുമായി ഇറങ്ങിയ ഐഫോൺ 10s മാക്സ് എന്നീ ഫോണുകൾ വലിയ ചലനങ്ങൾ മാർക്കറ്റിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആപ്പിളിന്റെ ലാക്ക് ഓഫ് ഇന്നോവേഷനെ ഒരുപാട് പേർ അതിന് കുറ്റപ്പെടുത്തുന്നുണ്ട്. പുതിയ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ആപ്പിളിന് കോമ്പീറ്റ് ചെയ്യാനുള്ള ടെക്നോളജിയിൽ അവർ പിന്നിലേക്ക് പോകുന്നു എന്നുള്ള വിമർശനങ്ങൾ ആപ്പിൾ നേരിടുന്നുണ്ട്. 2019 എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ആപ്പിൾ ആരാധകർ വെച്ച് പുലർത്തുന്നത്. എന്തുകൊണ്ടാണ് ആപ്പിൾ ഇപ്പോഴും ലോകത്തെ സ്മാർട്ട് ഫോണിലെ രാജാവായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്? ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. ലക്ഷറിനെസ്, പ്രീമിയംനെസ്, കസ്റ്റമേഴ്സിന് ആപ്പിൾ ഐഫോൺ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ എക്സ്പീരിയൻസ്, ആ ഇൻ്റർഫേസിനോട് അവർക്ക് തോന്നുന്ന അഡിക്ഷൻ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ലോകത്ത് ആപ്പിൾ ഇന്നും നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ഒരു ആപ്പിൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാമാണ് ഐഫോൺ 11ന്റെ പ്രത്യേകതകൾ, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ആപ്പിൾ ഐഫോൺ 11 ഒരുക്കിയിട്ടുള്ളത് എന്നിവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ പുറത്തു വരുന്ന വാർത്ത ഐഫോൺ 11ൽ 5G അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ആപ്പിൾ ഐഫോൺ 11ന്റെ ഡിസൈൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ലീക്ക് ചെയ്യപ്പെടുന്ന ഡിസൈൻസുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും ഐഫോൺ 11ന്റെ ഡിസൈനിൽ സംഭവിക്കുന്നില്ല. ഐഫോൺ 10s നിന്ന് വളരെ വ്യത്യസ്തമായ ഡിസൈൻ അല്ല ഐഫോൺ 11 എന്നുള്ളതാണ് ലീക്സിലൂടെ അറിയാൻ കഴിയുന്നത്. നമുക്ക് വളരെ സാമ്യമായ ഡിസൈനാണ് ആപ്പിൾ ഐഫോൺ 11ലും ഉപയോഗിച്ചിട്ടുള്ളത്. ആളുകൾക്ക് മിക്സഡ് ഒപ്പീനിയൻ ഉള്ള നോച്ച് പോലെയുള്ള കാര്യങ്ങൾ ആപ്പിൾ നിലനിർത്തുന്നുണ്ട്. സാംസങ് ഗാലക്സി നോട്ട് 10, OnePlus 7 Pro തുടങ്ങിയ ഫോണുകളെ പോലെ എൻഡ് ടു എൻഡ് ഡിസ്പ്ലേ ഇപ്രാവശ്യവും ആപ്പിൾ ഫോണുകൾക്ക് ലഭ്യമാകുന്നില്ല. ഐഫോൺ 11ന്റെ പുറകിലെ ഡിസൈൻ നോക്കുമ്പോൾ അതിലേറ്റവും മാറ്റം സംഭവിച്ചിരിക്കുന്നത് ക്യാമറയ്ക്ക് തന്നെയാണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ ക്യാമറ ഡിസൈനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരുപക്ഷെ ആപ്പിളിനെ പോലെയുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഡിസൈൻ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്യാമറ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, എന്താണ് 3 ക്യാമറ ലെൻസ് ആപ്പിൾ ഇപ്രാവശ്യം ഫോണിൽ വെച്ചിട്ടുള്ളത്, എന്തെല്ലാമാണ് ഈ 3 ക്യാമറ ലെൻസിന്റെ ഫങ്ഷനാലിറ്റീസ്? സോ ആപ്പിളിന് എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറത്തേക്ക് ചില ബ്രാൻഡുകൾ ക്യാമറ ടെക്നോളജിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആപ്പിളിന് ഒരിക്കലും ഐഫോൺ 11ന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ പുറകിൽ പോകാൻ സാധിക്കില്ല. സോ മികച്ച ക്യാമറ തന്നെ നമുക്ക് ഐഫോൺ 11ൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രൈമറി ലെൻസ്, രണ്ടാമത്തത് ടെലിഫോട്ടോ ലെൻസ്, മൂന്നാമത്തത് 120° അൾട്രാ വൈഡ് ലെൻസ്. വളരെ മീഡിയോകോർ ആയിട്ടുള്ള വൈഡ് ആംഗിൾ ലെൻസുകളാണ് ഒരുപാട് ഫോണുകളിൽ ഉള്ളത്. സോ ഐഫോൺ 11ന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വളരെ മികച്ച ഒരു ലെൻസ് ആയിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ന്യൂ ഇമേജ് പ്രോസസ്സിംഗ് എഞ്ചിനാണ് ഐഫോൺ 11ൽ എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മികച്ച ചിത്രങ്ങളും മികച്ച വീഡിയോകളുമായിരിക്കും ഐഫോൺ 11 നമുക്ക് സമ്മാനിക്കുന്നുണ്ടായിരിക്കുക. ആപ്പിളിന്റെ എക്കാലത്തെയും മികച്ച സവിശേഷതയാണ് അവരുടെ ക്യാമറയുടെ പെർഫോമൻസ്. സോ ഈ 3 ലെൻസുകളും മികച്ച രീതിയിൽ തന്നെയായിരിക്കും ഐഫോൺ 11 പെർഫോം ചെയ്യുന്നുണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ ഐഫോണിൽ വരുന്നത് A13 ബയോണിക് ചിപ്പാണ്. A13 ബയോണിക് ചിപ്പ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് പ്രൊസസ്സർ. ഇത് മറ്റുള്ള സ്നാപ്ഡ്രാഗൺ 855+ പോലും വളരെ ഈസിയായി തോൽപ്പിക്കാൻ കഴിയുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള A13 ബയോണിക് ചിപ്പാണ് പുതിയ ഐഫോൺ 11ൽ ആപ്പിൾ നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. നിലവിലുള്ള മറ്റു പ്രൊസസ്സറുകൾക്കൊന്നും കഴിഞ്ഞ വർഷം ആപ്പിൾ പുറത്തിറക്കിയ A12 ബയോണിക്കിന്റെ പെർഫോമൻസിനോട് തന്നെ മാച്ച് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. A13 ബയോണിക് ചിപ്പിനോട് കൂടെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് iOS 13ലാണ് ഐഫോൺ 11 റിലീസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് വ്യത്യസ്തമായ പുതിയ ഫീച്ചേഴ്സുമായിട്ടാണ്, വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും iOS 13 തീർച്ചയായിട്ടും ഐഫോൺ 11ലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്ന് നമുക്ക് സ്മാർട്ട് ഫോണുകളിൽ 12GB 10GB 8GB 6GB ഒക്കെ റാമുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആപ്പിൾ ഇപ്പോഴും 4GB റാമാണ് ഉപയോഗിക്കുന്നത്. 4GB റാം ഉള്ള വേരിയന്റുകളോട് പോലും
12GB റാം ഉള്ള മറ്റു ബ്രാൻഡുകളുടെ ഫോണുകളുടെ പെർഫോമൻസ് എത്തുന്നില്ല. അത് iOS 13 അല്ലെങ്കിൽ iOSന്റെ പവർ തന്നെയാണ് കാണിക്കുന്നത്. ഈ വർഷം ചില റൂമേഴ്സ് പുറത്തു വരുന്നുണ്ട്. iPhone 11 Pro 11 Pro Max എന്നീ ഫോണുകളിൽ ആപ്പിൾ 6GB റാം ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന്. ഫേസ് ID ആദ്യമായി സ്മാർട്ട് ഫോൺ വേൾഡിലേക്ക് കൊണ്ടുവന്ന ബ്രാൻഡാണ് ആപ്പിൾ. സോ ഈ വർഷം iPhone 11 വളരെ ഫാസ്റ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫേസ് ID ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പുതിയ ഫീച്ചർ പറയുകയാണെങ്കിൽ വയർലെസ് ചാർജിങ്ങിനോട് കൂടെ തന്നെ വയർലെസ് റിവേഴ്സ് ചാർജിങ് മെക്കാനിസം കൂടെ iPhone 11 ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എയർപോഡ്സ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ, വയർലെസ് ചാർജിങ് കോമ്പാറ്റബിൾ ആയുള്ള മറ്റു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ iPhone 11 പുറകിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവ ചാർജ് ചെയ്യാൻ സാധിപ്പിക്കുന്ന ആ റിവേഴ്സ് ചാർജിങ് മെക്കാനിസം ആപ്പിൾ ഈ വർഷം iPhone 11 ഏറ്റവും വലിയ സവിശേഷതയായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീച്ചർ കൂടെയാണ്. ആപ്പിൾ കസ്റ്റമേഴ്സ് വളരെയധികം 2019 റിക്വസ്റ്റ് ചെയ്ത ഒരു ഫീച്ചർ അവരുടെ ഫോണുകളിൽ ഉൾപ്പെടുത്തിയത് ആപ്പിൾ അവരുടെ കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രധാന ഫീച്ചറുകളായി ഇത്രയും കാര്യങ്ങളാണ് ആപ്പിൾ iPhone 11 ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മറ്റു ചെറിയ ചെറിയ ഇംപ്രൂവ്മെൻറ്റ്സ് iPhone 11 ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. ആപ്പിൾ ലോഗോ മുകളിൽ നിന്ന് മിഡിൽ പാർട്ടിലോട്ടായി മാറ്റിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ വയർലെസ് റിവേഴ്സ് ചാർജിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ആക്സസറീസ് ഓർ ഡിവൈസസ് കറക്റ്റ് വെക്കേണ്ട സ്പോട്ട് ആപ്പിൾ ലോഗോയിലായിരിക്കും. അതുകൊണ്ടാണ് ആപ്പിൾ ലോഗോ മധ്യത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഐഫോണിന്റെ പുറകിൽ നിന്ന് iPhone എന്ന ടെക്സ്റ്റ് ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും iPhone 11 റേറ്റ് എന്തായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ iPhone 11 എന്ത് വിലയിലായിരിക്കും ആപ്പിൾ വിപണിയിൽ എത്തിക്കുക എന്നുള്ളത്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ iPhone 3 വേരിയന്റ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ iPhone 11 എന്നുള്ളത് $749, iPhone 11 Pro എന്നുള്ളത് $999. അതുപോലെ തന്നെ iPhone 11 Pro Max എന്നുള്ളത് $1199 വിപണിയിലെത്തുക എന്നാണ് നമുക്ക് കേൾക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ എത്തുമ്പോൾ ഈ ഡോളറിന്റെ ഒറിജിനൽ കൺവേർഷൻ റേറ്റിലായിരിക്കില്ല ഒരുപക്ഷെ വിപണിയിലെത്തുക, അതിലും വളരെ കൂടുതലായിരിക്കും വില എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. iPhone 11 സീരീസ് വളരെ എക്സൈറ്റിംഗ് ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് iPhone 11 ആപ്പിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആപ്പിൾ iPhone 11 സീരീസ് തീർച്ചയായിട്ടും ഒരു ഹിറ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കോമ്പറ്റീറ്റേഴ്സിനൊക്കെയുള്ള മികച്ച ഒരു മറുപടി ആയിരിക്കും ആപ്പിൾ iPhone 11 നൽകുന്നത്. മികച്ച ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെതായ ചെറിയ ചെറിയ കാര്യങ്ങളിലും പോലുള്ള ക്വാളിറ്റി എന്നിവ iPhone 11 മികച്ച ഒരു ഫോണായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. iPhone 11 സീരീസിനെ കുറിച്ച് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് കിട്ടിയ റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾ ആപ്പിൾ എന്ന ബ്രാൻഡിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടെക്നോളജി, ഗാഡ്ജറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി നമ്മൾ പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. സോ ഗൈസ്, താങ്ക്സ്.